ഹായ്, എല്ലാവർക്കും ആൽഡനിക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം അവസാനമായിട്ട് ചെയ്തത് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ എവിടെ വെച്ചിട്ടായിരുന്നു? യു പി കഴിഞ്ഞ് ബീഹാർ കയറിയിട്ട് ബീഹാറത്തെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസാമിൽ പോയി. ആസാമിലെ വീഡിയോ നമ്മൾ റീൽസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ആസാമിൽ പോയിട്ട് അവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. എല്ലാവരും എന്നോട് ചോദിച്ചു, എന്താണ് വീഡിയോ എന്താ ഇടാത്തത്, എവിടെ വീഡിയോ ഇതൊക്കെ കുറേ പേര് കമൻറ്റ് ബോക്സിലായി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് റിപ്ലൈ തരാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമുക്കിപ്പം കുറേ കാലമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പം അന്ന് നമ്മൾ എന്താണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ട്രിപ്പ് പകുതിക്ക് വെച്ച് നിർത്തിയോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. നമ്മൾ ട്രിപ്പ് നിർത്തിയിട്ടൊന്നുമില്ലായിരുന്നു. നമ്മളൊക്കെ ബോർഡറൊക്കെ ടച്ച് ചെയ്ത് സ്പീഡിൽ പോരാണ് ഉണ്ടായത്. ഒരു നാല് സ്റ്റേറ്റോളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബോർഡറൊക്കെ ടച്ച് ചെയ്ത് പോകുന്നു. പിന്നെ തമിഴ്നാട് നമ്മൾ പോയില്ല, നമുക്കതിന് കഴിഞ്ഞില്ല, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് തികഞ്ഞില്ല. അപ്പം മെയിൻ പ്രശ്നം അതല്ല, നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്നുള്ളതും കുറേ പേര് ചോദിച്ചു. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റർ ഉണ്ടല്ലോ, നമ്മൾ മാക്കിലാണ് എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടതാണ്, ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് അതിലെന്തോ ഒരു സെറ്റിങ്സിൽ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പം നമുക്ക് ആ വീഡിയോ റെൻഡർ ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ 2 ദിവസം ബീഹാറിലല്ല, നമ്മൾ 2 ദിവസം ആസാമിൽ റൂം എടുത്ത് നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത് സോർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. ആ ഒരു ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷ്വൽസും നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 ദിവസം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റും ആകെ തെറ്റി. കാരണം നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ യാത്ര കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് പറ്റൂല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അവിടെ അധികം സ്റ്റേ അടിക്കാതെ, കാരണം ഫണ്ട് തീർന്നു പോയി കഴിഞ്ഞാൽ പോയി. നമ്മൾ കാറിലല്ലേ പോയത്, വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഉള്ള ഫണ്ട് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഓരോ സ്റ്റേറ്റും കവർ ചെയ്തിട്ട് തിരിച്ചു വരാണ്ടായി. പിന്നെ തമിഴ്നാട് ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ വഴിയാണ് കയറിയത്. അപ്പം തമിഴ്നാട് പോകണം. തമിഴ്നാട് നമ്മൾ ഓൾറെഡി പോയതുകൊണ്ടാണ് കേട്ടോ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്യാഞ്ഞത് അല്ലേ. ഞങ്ങൾ കോയമ്പത്തൂരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പോയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ഉണ്ടായത്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാഞ്ഞത് കേട്ടോ. നമ്മുടെ ബഡ്ജറ്റൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് ചിലവായത്. 1.5 ലക്ഷത്തിൽ നമ്മൾ ഒതുക്കിയതാണ് കേട്ടോ. 1.5 ലക്ഷം കൊണ്ട് ഓൾ ഇന്ത്യ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ നിങ്ങൾക്കിപ്പം ഡൗട്ട് മാറിയല്ലോ. കുറേ ആളുകൾ ബൈക്കിന് പോകുമ്പോൾ ഇതിനേക്കാൾ എക്സ്പെൻസ് ആയത് പറഞ്ഞേക്കാം. ഏകദേശം 3 ലക്ഷത്തോളമാണ് ബൈക്കിന് പോയ പലരും ചിലവാക്കിയിട്ടുള്ളത്. ഞങ്ങൾ 1.5 ലക്ഷം രൂപ കൊണ്ടാണ് ഓൾ ഇന്ത്യ കറങ്ങി വന്നത് കേട്ടോ. പിന്നെയുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടി എന്നുള്ളതാണ്. വണ്ടിക്ക് 25ൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് നമുക്ക് വണ്ടിയുടെ മൈലേജ് കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 25 കിലോമീറ്റർ മൈലേജ്, അതിൻ്റെ പുറത്താണ് നമുക്ക് ഈ വണ്ടിയിൽ ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ള മൈലേജ് കേട്ടോ. നമ്മൾ ടോട്ടലായിട്ട് ഏകദേശം 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഇനി എന്തായാലും നമ്മളിപ്പം ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് ശരിയായത്. കാരണം അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ റീസെറ്റായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസ് ചെയ്യും. പിന്നെ കുറേ ആളുകൾ നമ്മുടെ സെന്നിൻ്റെ കേസ് വെച്ചിട്ടുണ്ടായിരുന്നു. സെന്നിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ അലോയ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഈ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി എന്തായാലും നല്ല വീഡിയോസുമായിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ചാനലിലൂടെ തന്നെ വരും കേട്ടോ. നിങ്ങളുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ട് വേണം. നമ്മുടെ യാത്ര എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലേ, ഒരു കുഴപ്പമില്ലാത്ത കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല അവസാനത്തേക്ക്. എന്തായാലും കുഴപ്പമില്ല, ഇനി അവസരം വരുമല്ലോ, ആ സമയത്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ യാത്ര ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.